ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ സമയം 5:10. ഞാൻ 3 മണിക്ക് എണീറ്റതാട്ടോ. എണീറ്റു, കാലൊക്കെ ചൂട് പിടിച്ചു, ഓയിൻമെൻ്റൊക്കെ പുരട്ടി, അങ്ങനെ ഇരുന്ന് കുറച്ച് പഠിച്ചവനോടൊക്കെ ദുആ ചെയ്തു ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാമെന്ന് തോന്നി. തൊണ്ട അടഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. ഇനി പുലർച്ചയായിട്ടോ തണുപ്പായിട്ടാണോന്നറിയില്ല. അപ്പോൾ ഇതാ മക്കളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാൻ വേണ്ടി വിത്തൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട സമയത്ത് പിന്നെ വീഡിയോ ഇട്ട നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട സമയത്ത് ഏകദേശം 45-47 ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു വിത്ത് വേണമെന്ന്. അതിൽ നിന്ന് 8 ആളുകളാണ് വാട്സപ്പ് വഴി അഡ്രസ്സ് തന്നത്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു, പക്ഷെ ആരും അഡ്രസ്സ് തന്നില്ല. അഡ്രസ്സ് ഇല്ലാതെ എങ്ങനെ നമ്മൾ വിത്ത് അയക്കുക? വിത്ത് വേണം എന്നിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ വീഡിയോൻ്റെ താഴെ ബുദ്ധിമുട്ടില്ലാത്തവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അഡ്രസ്സ് എഴുതുക, അല്ല പിന്നെ പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ അഡ്രസ്സൊക്കെ എഴുതിയാൽ മതി. അതിലൊന്നും ആരും കത്തെഴുതൂല. പിന്നെ ഇനി എഴുതിയാൽ തന്നെ ഒരു പ്രേമലേഖനല്ലേ കിട്ടിക്കോട്ടെ എന്ന്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പിയാപ്പിളക്കും പുതിയണ്ണനെ ഒന്നിച്ചിരുന്ന് വായിച്ച് രസിക്കാമല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. അല്ലേ പിന്നെ വാട്സപ്പ് നമ്പറിൽ പേഴ്സണലായിട്ട് അയച്ചു തരിക. അപ്പോൾ അതാരും അയച്ചു തന്നില്ല. അയച്ചു തന്ന 8 പേരുണ്ടായിരുന്നു. ആ 8 പേരാണിത്. നിഷ പി, പിന്നെ അഷ്റഫ്, അസീറയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അസീറൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഈ യൂട്യൂബ് വഴി എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് ഹസീറയും ഭീമ അൻസാരിയും. ഒരുപാട് നല്ല എന്താ പറയുക, എൻ്റെ അനിയത്തിയാണോ ജ്യേഷ്ഠത്തിയാണോ ഒന്നും എനിക്കറിയില്ല. പിന്നെ പക്ഷെ ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്നുണ്ട്. അവരെനിക്ക് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എന്നോട് എനിക്ക് ആശ്വാസമുള്ള വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ദൈവനിയോഗമായിരിക്കും ഇതൊക്കെ. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങാനും കുറച്ച് വിത്തുണ്ടായപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും അങ്ങനെ കുറച്ച് ആളുകളെങ്കിലും ഹൃദയത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കാനും, നമുക്കൊരു വയ്യായിക വന്നപ്പോൾ നമ്മളെ കുടുംബത്തെ പോലെ നമുക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ആളുണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു മഹാഭാഗ്യമാണ്. നമ്മൾക്ക് അറിയാത്ത സ്ഥലത്ത്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഒരു വല്ലാത്ത ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു വിത്ത് തരാമെന്നുള്ള നന്മ തന്നപ്പം റബ്ബ് എനിക്ക് അതിനേക്കാളും വലിയൊരു മഹാനും വലിയൊരു അനുഗ്രഹം തിരിച്ചു തന്നു. എന്നാൽ ആരെ പ്രാർത്ഥനയാണ് അള്ളാഹു കബൂൽ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം. എനിക്കാണെങ്കിൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പേര് പറയാം, മുഹമ്മദ് സഹദ് എപ്പോഴും ലൈവിൽ വരുന്ന ആളാണ്. വന്ന് വിത്ത് അയച്ചോ, കവർ വാങ്ങിയോ ഒക്കെ പറയും. എന്നാൽ സാരല്ലേ, പിന്നെ കഴിയും പോലെ അയച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ സഹദ് ഇത് അഡ്രസ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 8 ആൾക്കാട്ടെ ഞാൻ അഡ്രസ്സ് എഴുതിയിട്ടുള്ളത്. വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വാട്സപ്പിൽ കിട്ടിയെന്ന് പറയണം. പിന്നെ നിങ്ങളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, മഴയത്ത് ഒരുപാട് മഴ കൊണ്ട വിത്തായതിനാൽ തന്നെ അത്ര തന്നെ ക്വാളിറ്റി ഇല്ല വിത്തുകൾക്ക്. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു 10, 30, 40, 50ഓളം വിത്തുകൾ ഞാൻ വെച്ചിട്ടുണ്ട് ഒരാൾക്ക് തന്നെ. ഇതിൽ നിന്ന് 1, 2, 3 മുളച്ചാലെങ്കിലും ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മുളച്ചിട്ടില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടരുത്. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ വീണ്ടും അടീനിയത്തിൻ്റെയും ഒക്കെ വ്ളോഗ് തന്നെയാണ് ചെയ്യുക. ആ സമയത്ത് ഉണ്ടാകുന്ന വിത്തുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അയക്കും. നിങ്ങളെല്ലാവരും അഡ്രസ്സും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാതെ നിങ്ങൾക്ക് സസ്പെൻസായിട്ട് വിത്ത് വരാൻ വേണ്ടി ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ ഒരുപാട് ആളുകൾ മൾട്ടിപെറ്റലിൻ്റെ വിത്താണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൾട്ടിപെറ്റൽ മഞ്ഞയാണെങ്കിൽ ചിലപ്പോൾ വിത്ത് മുളക്കുന്നത് സിംഗിൾ പെറ്റൽ ചുവപ്പായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് ഏത് മദർ പ്ലാന്റാണ് അവർ റൂട്ടഡായിട്ട് എടുത്തുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മൾട്ടിപ്പറ്റിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോനുണ്ടാകും കേട്ടോ. 3, 4 വിത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ 1, 2, 4 ആളുകൾക്കൊക്കെ ഞാനും കുറച്ചെടുക്കുമല്ലോ, അതിലൊരു ഷെയർ നിങ്ങൾക്കും തരാം. പക്ഷെ ഉണ്ടാവട്ടെ. ഇപ്പം ഉണ്ടായത് ഞാൻ ഇപ്പം ഇനി ഇവിടെ 3, 4 മൾട്ടിപ്പറ്റലിൽ ഇവിടെ സീഡ്സ് വന്ന്, ഒന്നിൽ നമ്മൾ പിങ്ക് മൾട്ടിപ്പറ്റലായിരുന്നു. പക്ഷേ കിട്ടിയപ്പോൾ നമുക്ക് നല്ല കടും റോസ് മൾട്ടിപ്പറ്റലാണ് കിട്ടിയത്. അതിൻ്റെ സീഡ്സ് ഇനി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തരാം. കാരണം എൻ്റെ കണ്ണിൽ കണ്ടല്ലോ. പിന്നെ നമ്മൾ വൈറ്റ് മൾട്ടിപ്പറ്റൽ പാകിയ സമയത്ത് നമുക്ക് സിംഗിൾ മൾട്ടിപ്പറ്റലാണ് അതിൻ്റെ കിട്ടിയത്. ഒറ്റ തയ്യേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇനി ഉണ്ടാവുകയാണ്. ഇപ്രാവശ്യം 2 വിത്ത് ഉണ്ടായിരുന്നു, പക്ഷേ മഴ കൊണ്ട് ചീഞ്ഞു പോയി. പിന്നെ ഇനിയുള്ളത് ബാക്കിയുള്ളതിൽ 1 ഉണ്ട്, പക്ഷെ എത്രത്തോളം കിട്ടും എന്നറിയില്ല.
ഓന് ഒരു വിത്തൊക്കെ കിട്ടിയിട്ട് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവില്ല. പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതൊരു ബിസിനസ്സാക്കിയൊക്കെ വളർത്തണം, എൻ്റെ കുടുംബത്തിന് ഞാനൊരു തണലാവണം, എൻ്റെ ഭർത്താവിന് ഞാനൊരു സപ്പോർട്ടാവണം. അത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പം എന്താ പറയുക, ഞാനൊരു കുഞ്ഞു ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ 1,00,000-ലേറെ രൂപ ഇപ്പം എനിക്ക് തന്നെ ചിലവായി. എന്നാൽ ഇഞ്ചക്ഷൻ വെക്കാൻ മാത്രം 30,000 രൂപയായി. പിന്നെ ഓരോ പോക്കും 2,000 3,000 വേണം ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും. വണ്ടിൻ്റെ പൈസയും ഡോക്ടറുടെ പൈസയും മരുന്നിൻ്റെ പൈസയും എല്ലാം കൂടെ കേട്ടോ. അപ്പോൾ ചില ആളുകളൊക്കെ വന്ന് കമൻറ്റ് ചെയ്യും, മെഡിക്കൽ കോളേജിൽ പോയാൽ പോരെ, അവിടെ പൈസ കൊടുക്കണ്ടല്ലോ, വലിയ ആശുപത്രി തിരഞ്ഞെടുത്തിട്ടല്ലേ. പലപ്പോഴും നമ്മളെന്താ വിചാരിക്കുക, അങ്ങനെ നമ്മൾ പിന്നെ നമുക്കും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ നന്ന രാവിലെ പോവണം. നമ്മൾക്ക് വീട്ടിൽ ഹസ്ബൻഡ് കൂടെ ഇല്ല, പിന്നെ ഉമ്മമാർ രണ്ടാളും പ്രായമായതാണ്, പിന്നെ കൂടെ വരാൻ ആരുമില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പണിക്ക് പോകുന്നവരും അതുപോലെ എല്ലാവർക്കും കുഞ്ഞു മക്കളൊക്കെയാണ്. അപ്പം നന്ന രാവിലെ പുലർച്ചക്കൊക്കെ പോകണം. പിന്നെ അവിടെ പോയി എത്ര സമയം ക്യൂ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ബ്ലോക്കിലേക്ക് ഇങ്ങനെ നടന്ന് പോകാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പം നമ്മൾ വീൽ ചെയറിലായാലും കൊണ്ടുപോകാൻ ഒരാൾ വേണം. അപ്പോൾ മറ്റുള്ളവരെ മാക്സിമം ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ എടുത്ത തീരുമാനമാണ് ഏറ്റവും ബെസ്റ്റ് അടുത്ത ഹോസ്പിറ്റലിൽ കാണിക്കുക, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. സെൽക്കാ വന്നതിന് ശേഷം നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോയി വെക്കാം. അപ്പോൾ അങ്ങനെ വന്നിട്ട് ചില ആളുകളൊക്കെ നമ്മോട് പറയാറുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയാൽ ശരിയാണ്, വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും, ഇവിടെ ട്രീറ്റ്മെൻറ്റിന് മോശമൊന്നുമില്ല, ക്യാഷ് കൊടുക്കണമെന്നുള്ളൂ. അവിടെ ആയാലും നമ്മൾ മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങണം, പോകുന്ന ചിലവ്, ആ ദിവസത്തെ ചിലവ്, കൂടെ കൊണ്ടുപോകുന്ന ആളുകളെ ചിലവ്. പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയാലും നമ്മൾ ചെന്നിറങ്ങുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വീൽ ചെയർ ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, മറ്റ് അറ്റൻഡേഴ്സ് ഉണ്ടാവും. കൂടെ ഒരാളായാലും നമ്മൾ ഒറ്റക്കായാലും നമുക്ക് പേടിക്കണ്ട. കാരണം ഹോസ്പിറ്റലിൽ നമ്മളെ കെയർ ചെയ്യും. മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർക്ക് ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ നമ്മളതിലൊരാൾ മാത്രമാണ്. അപ്പം അതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്ന് വിചാരിച്ചു, വേഗം അസുഖം മാറണം എന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ അടുത്തല്ലേ. അപ്പോൾ ഏതായാലും എന്താ പറയുക, ഒരുപാട് ദൂരെ കിടക്കണം, നിങ്ങളൊക്കെ ആയിട്ട് സൗഹൃദം പങ്കുവെക്കാൻ പറ്റും. അതുതന്നെയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഞാൻ കുഞ്ഞിലേ ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ വീട്ടിലേക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരികളെ കൊണ്ടുവന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കളിച്ച് ഞാൻ എല്ലാ കൂട്ടുകാരികളെ വീട്ടിൽ പോണ ഒരാളായിരുന്നു. ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഒരുപക്ഷെ കുടുംബ ബന്ധത്തെക്കാളേറെ മൂല്യം ഒരൊട്ടും കുറവല്ല കുടുംബം, അതിനേക്കാളേറെ ഞാൻ സൗഹൃദത്തിന് ഹൃദയത്തോട് ചേർത്ത ഒരാളാണ്. ഇപ്പോൾ സൗഹൃദം പിന്നെ എന്താ പറയുക, എനിക്കെല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ചും നമ്മളെ ദൂരെ നിന്ന് സ്നേഹിക്കുന്നവരോട്. പിന്നെ എനിക്കെപ്പോഴും ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു ബലം, മനസ്സിനൊരു ബലം ഉണ്ടല്ലോ, അത് പലപ്പോഴും ചോർന്നു പോകുന്ന പോലെ ഇങ്ങനെ തോന്നുന്നു. പക്ഷേ പ്രായത്തിൻ്റെതായിരിക്കാം. നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല, നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ എളുപ്പമല്ലേ. അതൊക്കെ സാരമില്ല. ശരി, നമ്മളെക്കാൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭൂമിയിലുണ്ട് കേട്ടോ. അത് നമ്മൾ മറക്കാൻ പാടില്ല. നമുക്ക് സങ്കടം വരുമ്പോൾ എപ്പോഴും നമ്മൾ താഴത്തേക്ക് നോക്കുക എന്ന് പറയും. പക്ഷേ എപ്പോഴും ഒരു പനി വരുമ്പോൾ നമ്മളെ പനിയായിരിക്കും വലുത്, അപ്പുറത്തുള്ളവൻ്റെ ക്യാൻസർ ഒന്നും ആയിരിക്കില്ല നമുക്ക് വലുത് ആ സമയത്ത്. അപ്പം അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്, അതിൻ്റെ ഒരു യാത്രയാണത്. നമ്മൾ ബെറ്ററായിരിക്കാനാണല്ലോ നമ്മളെപ്പോഴും ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരും നന്നായിരിക്കട്ടെ. ആ വിത്ത് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ വിത്തുണ്ട് കേട്ടോ, കുറച്ച് വിത്തൊന്നുമല്ല. അപ്പോൾ ഇത് മുളക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടീനച്ചെടി ഉണ്ടാവട്ടെ. മൾട്ടിപ്പറ്റൽ സീഡ്സ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ദുആ ചെയ്യുന്നവർക്കും ഇനി ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ, ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. പിന്നെ എന്താ പറയുക, ദൂരെ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ടാവുക എന്ന് പറഞ്ഞാൽ മഹാസൗഭാഗ്യമാണ്. പിന്നെ വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മണലുണ്ടെങ്കിൽ മണൽ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം നനച്ചു കൊടുത്തിട്ട് മുകളിൽ വിത്ത് ഇങ്ങനെ പാകി കൊടുത്തിട്ട് മുകളിൽ ചകിരിച്ചോറ് തൂവി കൊടുക്കുക. ആരോഗ്യമുള്ള വിത്തുകൾ 3-4 മാക്സിമം പോയാൽ 5-6 ദിവസത്തിനുള്ളിൽ എന്തായാലും മുളച്ചിരിക്കും. മുളച്ച് ഒരു 10 ദിവസമോ 12 ദിവസമോ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചകിരിച്ചോറ് തൂവി കൊടുക്കുക. കാരണം ഇത് മുകളിൽ നിന്നാണല്ലോ മുളക്കണം, അപ്പോൾ ഇതിന് വേര് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ആ
ഉണ്ടായ വിത്തിൻ്റെ മുളച്ച തൈയിൻ്റെ അടിയിലൊക്കെ ചകിരിച്ചോറ് വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ശേഷം ഒരു 20 ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചത് വളരെ നേർപ്പിച്ച് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 1.5 മാസം 2 മാസം ആകുമ്പോൾ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാം. ആദ്യം ചെടീൻ്റെ വലിപ്പം അനുസരിച്ചാണ് ചട്ടി തിരഞ്ഞെടുക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ പിന്നെ കല്യാണത്തിനൊക്കെ വെള്ളം കുടിക്കുന്ന കപ്പുണ്ടല്ലോ, ആ കപ്പിലേക്ക് പറിച്ച് നടാം. വീണ്ടും അതൊരു 4 മാസമൊക്കെ പരുവാകുമ്പോൾ ഇത്ര പോകുന്ന ചെറിയൊരു 7 ഇഞ്ച് വിസ്താരമുള്ള വ്യാസമുള്ള ചട്ടിയിലേക്ക് മാറ്റി നടാം. പിന്നെ കോഡക്സും ചെടിയും വലുതാവുന്നതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചട്ടി കുറച്ച് വലിപ്പം ഉണ്ടായാൽ കോഡക്സ് മണ്ണിൻ്റെ അടിയിലായിരിക്കുമ്പോഴാണ് കൂടുതൽ നന്നായി വളരുന്നതാണ് എൻ്റെ ഒരു അനുഭവ പരിചയം. അത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് മാത്രമല്ല മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ബെറ്റർ ഏതാണോ ഇനി ഒന്ന് മണ്ണിൻ്റെ അടിയിലും ബാക്കിയൊക്കെ മുകളിലും വെച്ച് നോക്കുക, എന്തിനാണ് മാറ്റം വരുന്നത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എല്ലാവരുടെ പേരും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ അല്ലേ. ഒന്നുകൂടെ വായിക്കുക. അരുണ്, ആൻ്റണി, അൻസാരി, വിനോദ്, പ്രണവ്, മുഹമ്മദ് ഷഹദ്, പിന്നെ അഷ്റഫ്, നിഷ, ഇത്രയും ആളുകൾക്കുള്ള വിത്താണുള്ളത്. 2 ആളുകൾ വീഡിയോൻ്റെ താഴെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റില്ല, കറക്റ്റ് അഡ്രസ്സ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അവർക്ക് അയച്ചിട്ടില്ല. എഴുതിയ ആളുകൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിൽ അഡ്രസ്സ് ഷെയർ ചെയ്തോളൂ. പക്ഷേ ഞാനിവിടെ അടുത്തൊന്നും വിത്ത് തരുമെന്ന് ഞാൻ പറയൂല. വിത്തുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 5-8 ആൾക്കാർക്ക് കൂടി കൊടുക്കാനൊക്കെ ഉള്ള വിത്തുണ്ട്. പക്ഷേ ആരോഗ്യം മോശമാണ്. ഹസ്ബൻഡ് വന്ന അടുത്ത മാസം സർജറി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സർജറി അല്ല, ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറുമെങ്കിൽ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഹോസ്പിറ്റലും കാര്യങ്ങളും റെസ്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പം എത്രത്തോളം ചെടികളുടെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും സബ്ജക്റ്റ് ആസ്പദമാക്കിയിട്ട് കുഞ്ഞു വിഷയങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ക്ലാസ് എന്നല്ല, നമ്മൾ പരസ്പരം വർത്തമാനം പറയുന്ന പോലെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ കൂടെ നിൽക്കണം. ഇതുവരെ നിന്ന പോലെ ഒരുപാട് ആളുകൾ ഞാൻ അടീനിയത്തിൻ്റെ വീഡിയോ ഇടുമ്പോൾ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരധികം വ്യൂസൊന്നുമില്ല, 100-200 വ്യൂസിൽ അത് ഒതുങ്ങും. അപ്പം നിങ്ങൾക്കറിയാലോ, നമ്മൾക്കിതൊരു പ്രതീക്ഷയും കൂടിയാണ്. എനിക്കിത് തുടങ്ങിയ സമയത്ത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ടാക്കണം, പിന്നെ അടീനിയം സെയിൽ ചെയ്യണം, അടീനിയം പുറത്തുനിന്ന് ഉത്തരേന്ത്യയിൽ നിന്നോ അവിടുന്ന് എവിടെയെങ്കിലും കുറേ അടീനിയം ബൾക്കായിട്ട് പിന്നെ ഇറക്കണം, അത് വളർത്തി നല്ല പ്ലാന്റ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഞാനും ഒരുപാട് മനക്കോട്ട കെട്ടി. അപ്പം എൻ്റെ ഹസ്ബൻഡിനോടും ഞാൻ പറഞ്ഞു, നമുക്കിതൊരു ബിസിനസ്സാക്കി വളർത്താം, നിങ്ങൾ കൂടെ നിന്നാൽ മതി. പുള്ളി എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാരും കുറവാണ്, പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ. പുള്ളി എല്ലാ കാര്യത്തിനും എന്നോട് സപ്പോർട്ട് ചെയ്യും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ അനുഗ്രഹവും അതാണ്. എപ്പോഴും എൻ്റെ കൂടെ എനിക്കൊരു പിന്തുണയായിട്ട് വയ്യായികയായപ്പോഴും എന്നെ ഒരുപാട് ചേർത്ത് നിർത്തി. എന്നെ ഒരിക്കൽ പോലും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. പലപ്പോഴും ഞാനാണ് ചൂടാവൽ. ഒന്നാമത് വയ്യായികൻ്റെ സ്ട്രെസ്സ്, കുട്ടികളെ വളർത്തുക, ഒറ്റയ്ക്ക് വീട് മാനേജ് ചെയ്യുക ഒക്കെ ഉണ്ടാകുമ്പോൾ സ്ട്രെസ്സ് കൂടുതലുണ്ടാവും. അപ്പോൾ ഞാനാണ് പലപ്പോഴും വില്ലത്തിയാവണത്. എന്നാലും പുള്ളി ക്ഷമിക്കും, കാരണം എനിക്ക് വയ്യ എന്നുള്ളത് അറിയണോണ്ടായിരിക്കും പാവം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 2 വേണ്ടി ദുആ ചെയ്യണം. ജീവിതത്തിൻ്റെ ഒരു 1/4 ഭാഗം പ്രവാസ ലോകത്ത് ജീവിച്ച് തീർക്കേണ്ടി വന്നവരാണ്. ഒരുപാട് കാലം ഇനി ഒരുമിച്ച് ജീവിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. പരസ്പരം ഒരുപാട് എല്ലാവരുടെ അടുത്തും വീഴ്ചകളെ കൊണ്ടൊക്കെ പറ്റിയിട്ടുണ്ടാവും. എല്ലാം പഠിച്ചോ ക്ഷമിച്ച് തരട്ടെ. മനസ്സാന്നിധ്യം നഷ്ടപ്പെടുന്ന പോലെ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതാ എല്ലാവരും ഇത് പാക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ് നടക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു, സമയം 5:30 ഞാൻ നിസ്കരിക്കാണ്ട്. ഞാൻ 3 മണിക്ക് എണീറ്റതാണ് കാല് വേദനയായിട്ട്. നല്ല വിശപ്പുണ്ട്. രാത്രി 2 ചപ്പാത്തിയാണ് കഴിച്ചത്. ഇനി ഗുളിക കഴിച്ചിട്ട് ഞാൻ വെറും വയറ്റിൽ കഴിക്കാനുള്ള ഗുളിക ഉണ്ട്, തൈറോയിഡിൻ്റെ ഗുളികയുണ്ട്. അത് 2ഉം കഴിച്ചിട്ട്
നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് അവിലും ചായയൊക്കെ കുടിച്ച് ഞാൻ ഇനി കിടന്നുറങ്ങാൻ പോകും കേട്ടോ. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തൊക്കെയാണ്. തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളിത് കിട്ടിയിട്ട് വിവരം അറിയിക്കണം. വിത്ത് മുളപ്പിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നല്ലോ, അതൊക്കെ അപ്പോൾ അതുപോലെ ചെയ്യണം. മുളച്ചിട്ടില്ല നിങ്ങൾ നിരാശപ്പെടണ്ട. ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഇതേ ആരോഗ്യം എനിക്കുണ്ടെങ്കിൽ, ഈ ആരോഗ്യം ഉണ്ടെങ്കിലും തരും. വിത്ത് ഞാൻ വേനൽക്ക് തരാം. അപ്പോൾ നല്ല വിത്തായിരിക്കും, മഴയൊക്കെ കൊള്ളാത്ത നല്ല വിത്തായിരിക്കും ഇൻഷാ അല്ലാ. നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിത്ത് തരുന്നതാണ്. അപ്പോൾ വിത്തിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടില്ല. ഇങ്ങനെ വാരി എല്ലാവരും കവറിലിട്ടതാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല വിത്ത് കിട്ടണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലായിതും മുളക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നിറഞ്ഞ സ്നേഹത്തോടെ നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് കത്തെഴുതിയിരുന്നു. ഇന്നലെ ഒരാൾ ചോദിച്ചു പ്രണയലേഖനം എഴുതിയിട്ട് എന്താ പറയുക ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ അതിന് ഞാൻ ആ സമയത്ത് മറുപടി പറഞ്ഞില്ല. എങ്കിലും പ്രണയലേഖനങ്ങളൊക്കെ എഴുതാറ് ഭയങ്കര രസമല്ലേ. എനിക്ക് എഴുത്ത് വായിക്കാനാണ് ഇഷ്ടം. എഴുതും ഞാൻ അത്യാവശ്യം, പക്ഷേ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി കത്തെഴുതിയത് എൻ്റെ സഹോദരൻ ഗൾഫിലായിരുന്ന സമയത്താണ്. ആ സമയത്ത് നമുക്ക് ഫോണില്ലല്ലോ. പിന്നെ ഫോണൊക്കെ വന്നത് നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നുണ്ട്. ആ ഫോൺ വെച്ചത് ഒരു രസമുള്ള ഒരു കഥയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ കുറേ ആടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ അപ്പേട്ടനായിരുന്നു താമസം. അപ്പേട്ടൊന്നും ജീവിച്ചിരിപ്പില്ല. അപ്പേട്ടൻ പട്ടാളത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഡിസിപ്ലിനാണല്ലോ, അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ആടുണ്ടായിരുന്നു. അപ്പോൾ അപ്പേട്ടന് ഒരുപാട് വലിയ പറമ്പാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെ ആടൊക്കെ അപ്പേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അപ്പേട്ടൻ്റെ ബാക്കിൽ ഇങ്ങനെ ചെരിഞ്ഞ പാറയാണ്. അപ്പോൾ നമ്മളെ ആട്ടിൻകുട്ടികളാണ് സമയത്ത് അവരിങ്ങനെ പാറമേലൊക്കെ ചാടി നിന്ന് പാറമെന്ന് ഓരോ വീടുമ്പിലേക്ക് കയറാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞങ്ങളെ കിങ്ങിണി കെട്ടിയ ആട്ടിൻകുട്ടികളായിരുന്നു. അപ്പോൾ ആട്ടിൻകുട്ടികൾ എന്ത് ചെയ്തു, അപ്പേട്ടൻ്റെ വീടിൻ്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ആട്ടിൻകുട്ടികളെല്ലാം അവരടങ്ങിക്കൂലല്ലോ. അപ്പോൾ അപ്പേട്ടൻ ഉച്ചക്ക് 1:30 മണിക്ക് കിടന്നാൽ 3 മണി വരെ കിടക്കും. ആ സമയത്ത് അവിടെ ഒരു ശബ്ദം ഉണ്ടാവണം. അപ്പേട്ടന് ഇഷ്ടമല്ല. അപ്പേട്ടൊന്ന് മരിച്ചുപോയി. ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു കേട്ടോ. ഭയങ്കര കർക്കശക്കാർക്കൊക്കെ ഭയങ്കര സ്നേഹം ഉണ്ടാവും. ഞാനിപ്പോഴും ഓർക്കുന്നു അതൊക്കെ. അപ്പോൾ അപ്പോട്ടെ നമ്മൾ ആ തള്ളാടിനെ പിടിച്ച് അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു പിന്നെ ഒന്നിനെ ആടിനെ വീട്ടിൽ കെട്ടി വളർത്താമെന്നൊക്കെ പറഞ്ഞ് ചീത്തൊക്കെ പറഞ്ഞു. സ്വാഭാവികം. അപ്പോട്ടനെ കുറ്റം പറയുന്നില്ല കേട്ടോ, സ്വാഭാവികമാണ്. അപ്പോട്ടൻ്റെ ചിട്ടനെ താളം തെറ്റിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോട്ടൻ ദേഷ്യം വരും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ലാൻഡ് ഫോണൊക്കെ വെച്ചത്. പിന്നെ അധികം ഗൾഫുകാർ ഓരോ സമയം സൗകര്യം പോലെയല്ലേ വിളിക്കുക. വെള്ളിയാഴ്ച ആയിരുന്നു പണ്ടൊക്കെ കോള് വരിക, ഈ ഉച്ചക്കാണ് വിളിക്കുക. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയമായിരിക്കും അധികം. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ കരുതി ഇച്ചിരി പൈസ ഒക്കെ കയ്യിലുണ്ടായപ്പോൾ കാക്ക അതേപോലെ പൈസ ഒക്കെ അടിച്ച് പെട്ടെന്ന് ലാൻഡ് ഫോണൊക്കെ വെച്ചു. ആ ലാൻഡ് ഫോണൊക്കെ വെക്കുന്ന ദിവസം നമുക്കൊരു ആഘോഷമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫോണൊന്നും ഒരു ആഘോഷമില്ല. അന്നൊരു ലാൻഡ് ഫോണൊക്കെ വീട്ടിൽ വരികയെന്ന് പറയുമ്പോൾ നമുക്കെന്തോ ഒരു സംഭവമായിരുന്നു അല്ലേ. ടി വി കിട്ടുക, ഫോൺ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു അനുഭവമായിരുന്നു. ഇല്ലാത്തത് ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഫീലിങ്സ് ഒന്നുമില്ല. കാരണം അവർ ജനിച്ച് വരുമ്പോഴേ എല്ലാം കണ്ട് അവർക്കെല്ലാം ഒന്നിൻ്റെ വില ഇല്ല. നമുക്കതൊക്കെ അതിൻ്റെ മൂല്യമാണ്. ഞാനൊക്കെ ഒരു ടി വി വീട്ടിലുണ്ടാവാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. എത്ര വീടുകളുടെ വാതിൽക്കൽ പോയിട്ട് ടി വി കാണാൻ വേണ്ടി കാത്തുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചകളും 5:30 സിനിമ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല നല്ല രസമുള്ള ഓർമ്മകളാണിപ്പോൾ. അപ്പോൾ കഥ പറഞ്ഞ് ഒരുപാട് പോയില്ലേ. അപ്പോൾ വിത്തുകളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. മക്കളെ നന്നായിട്ട് മുളപ്പിക്കുക, മഴയത്ത് വെക്കരുത്. പിന്നെ ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കുക. നല്ല വെയിലുള്ള ദിവസം പിന്നെ വിത്ത് മുളക്കാനും ആരോഗ്യത്തോടെ വളരാനും വെയിൽ അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ മഴക്കാലമായത് ഈ വിത്തുകൾ കിട്ടിയിട്ട് ഇന്നെപ്പോലെ ഇങ്ങനെ ഉടായ്പ് കാണിച്ച് പിന്നെ ലേറ്റ് ആവരുത് പാകാൻ. ഞാൻ ഉടായ്പ് കാണിച്ചു തന്നിട്ട് വയ്യാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മടി കാണിച്ച് പാകാക്കി നിൽക്കരുത്. ഇന്ന് കിട്ടിയാൽ നാളെ തന്നെ നിങ്ങൾ പാകണം. കാരണം ഇപ്പം തന്നെ ഇത് ലേറ്റായി. അപ്പോൾ മുളക്കൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പാകണം. പാകിയിട്ട് മുളച്ചിട്ട് വാട്സപ്പിലേക്ക് പിക്ക് അയച്ചു തരണം. എനിക്ക് ബോധ്യം വരാനല്ല, എനിക്ക് സന്തോഷിക്കാനാണ്. അപ്പോൾ ഒന്നെങ്കിലും മുളച്ചുണ്ട എൻ്റെ ഈ പ്രവൃത്തിക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നിറഞ്ഞ സ്നേഹത്തോടെ സന്തോഷത്തോടെ സന്തോഷം. ബൈ, സീ യു. വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, ഷെയർ ചെയ്യണം.
മറ്റു കൂട്ടുകാരോടൊക്കെ പറയണം, എൻ്റെ ഒരു കുഞ്ഞു ചാനലുണ്ട്, സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. നിങ്ങൾ പിന്തുണ മാത്രമുള്ളൂ മുന്നോട്ട് പോകാൻ. കാരണം അറിയാലോ, ഇതുവരെ ഒരു 5 പൈസ ഈ ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു വർഷമാവാനായി. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടെ നിന്നാൽ എനിക്കെന്ത് ചെയ്യാം, എൻ്റെ കുടുംബത്തിന് ഒരു തുണയാകാം. അത്രയേ ഉള്ളൂ. അത്യാഗ്രഹങ്ങളൊന്നുമില്ല. അമ്പലത്തിലെ പാട്ടും തുടങ്ങി. ഇനി ഞാൻ നിർത്തട്ടെ കേട്ടോ. ഭക്തിഗാനം കേൾക്കാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രാർത്ഥനയൊക്കെ തുടരട്ടെ. എനിക്ക് അച്ചിരി പാടാണ്.